അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മത്നുൽ ഗായത്തി വത്തഖരീബ് ക്ലാസ് നമ്മൾ തുടരുകയാണ്. നമ്മളിന്ന് പുതിയൊരു ഫസ്ൽ എടുക്കാൻ പോകുന്നു. ഇതിൽ പറയുന്നത് ഒന്നാമത്തെ ഫസ്ലിൽ പറയുന്നത് സൽമ് കച്ചവടത്തെ കുറിച്ചാണ്. സലമ് കച്ചവടം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, സാധനം കാണാതെ സാധനത്തിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് ഈ സാധനം തരും എന്നുള്ള നിലക്ക് കച്ചവടം നടത്താം. സാധനം കാണൂല, സാധനം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് കച്ചവടം നടത്തുന്ന കച്ചവടത്തിനാണ് സലമ് കച്ചവടം എന്ന് പറയാം. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നടക്കാറുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഈ മാവുമ്മലി ഇത്രയൊക്കെ ഉണ്ടാവും, ഇത്രയും ഇങ്ങനെയുള്ള അടക്കകളൊക്കെ ഇത്ര കഴിഞ്ഞാൽ ഞാൻ തരും, ഇത്ര ഇങ്ങനെയുള്ള മാങ്ങകളൊക്കെ ഇത്ര കഴിഞ്ഞാൽ ഞാൻ തരും, ഇത്ര പൈസ എനിക്ക് വേണമെന്നുള്ള കോലത്തിൽ കച്ചവടം നടത്തുന്നതിനാണ് സലമ് കച്ചവടം എന്ന് പറയാം. വയസിഹു സലമ് കച്ചവടം സ്വഹീഹാവും, ശരിയാവും. ഹാലൻ അന്നേരം തന്നെ റൊക്കം കൊടുക്കുന്ന കോലത്തിലും മുഅജ്ജലൻ പിന്നീടേക്ക് സമയം നിർണ്ണയിക്കുന്ന, മുഅജ്ജൽ എന്ന് പറഞ്ഞാൽ സമയം നിർണ്ണയിക്കും, പിന്നീടൊരു സമയം നിർണ്ണയിക്കുന്ന രൂപത്തിലേക്കും കച്ചവടം നടത്താം. അന്നേരം തന്നെ പൈസ കൊടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ പിന്നീട് പൈസ തരുന്നുള്ള കോലത്തിൽ. രണ്ട് തരത്തിലും സലമ് കച്ചവടം പറ്റും. ഈ സാധനം എന്തായാലും പിന്നീടാണ് കൊടുക്കുന്നത്, അപ്പോൾ പൈസ അന്നേരം കൊടുക്കുന്ന കോലത്തിലും ആക്കാം, പിന്നീട് കൊടുക്കുന്ന കോലത്തിലും ആക്കുന്ന തരത്തിൽ സലമ് കച്ചവടം സ്വഹീഹാണ്, ശരിയാണ്. ഫീമ പക്ഷേ ആ സലമ് കച്ചവടം സ്വഹീഹാവൽ ഒന്നിലാണ്. എങ്ങനത്തെ ഒന്നിൽ? തക്കാമല ഫീഹി ഹംസു ഷറായിത്ത, അതിൽ 5 ഷർത്തുകൾ പൂർണ്ണമായിട്ടുണ്ട് എങ്കിൽ. താഴെ പറയാൻ പോകുന്ന 5 ഷർത്തുകൾ പൂർണ്ണമായതാണെങ്കിൽ അതിൽ ഹാലായിട്ടും മുഅജ്ജലായിട്ടും സലമ് കച്ചവടം നടത്താം. താഴെ പറയാൻ പോകുന്ന 5 ഷർത്തുകൾ പൂർണ്ണമായാണെങ്കിൽ അന്നേരം പൈസ കൊടുത്തുകൊണ്ടും റൊക്കം പൈസ കൊടുത്തുകൊണ്ടും പിന്നീടൊരു സമയം നിർണ്ണയിച്ചുകൊണ്ടും സലമ് കച്ചവടം നടത്താവുന്നതാണ്. അപ്പോൾ താഴെ പറയാൻ പോകുന്ന 5 ഷർത്തുകൾ എന്തൊക്കെയാണ്? ഒന്ന്, അയ്യക്കൂന മദ്ബൂത്തൻ ബി സിഫത്തി, ഒരു സിഫത്ത് കൊണ്ട് ക്ലിപ്തമാക്കപ്പെട്ടതായിരിക്കണം, ഒരു വിശേഷണം കൊണ്ട് ക്ലിപ്തമാക്കപ്പെട്ടതായിരിക്കണം. ഒരു വിശേഷണം പറഞ്ഞിട്ട് ആ സാധനം കറക്റ്റ് മനസ്സിലാവണം. എന്തെങ്കിലും വിശേഷണം, അതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. എന്ന തരത്തിലുള്ളൊരു വിശേഷണം, 2 കാലുള്ള മനുഷ്യൻ എന്നെല്ലാം പറഞ്ഞാൽ എല്ലാവർക്കും 2 കാലുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെയല്ല, ഉദാഹരണത്തിന് പറഞ്ഞത് മാത്രമാണ്. അപ്പോൾ അതുപോലല്ലാതെ കൃത്യമായിട്ട് ആ സാധനം മനസ്സിലാവുന്ന തരത്തിലുള്ള വിശേഷണങ്ങൾ പറയുന്ന രീതിയായിരിക്കണം. രണ്ടാമത്തത്, ഇപ്പോൾ അയ്യക്കൂന ജിൻസൻ, അതൊരു ജിൻസായിരിക്കണം, ഒരു വിഭാഗമായിരിക്കണം, ഒരു സാധനം എന്ന നിലക്കാവരുത്. ഇപ്പോൾ അടക്ക, മാങ്ങ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വിഭാഗമാണ്, ഒരൊറ്റ മാങ്ങ എന്നല്ല, ഒരുപാട് മാങ്ങകളാണ്. ലം യഖ്തലിത്തു ബിഹി ഗൈറുഹു, മറ്റൊരു വിഭാഗം അതിൽ കലരാൻ പാടില്ല, ഒരൊറ്റ ജിൻസായിരിക്കണം. ഇപ്പോൾ അടക്കയും തേങ്ങയും കൂടി കൂട്ടിക്കലർത്തിയിട്ടുള്ള സലമ് കച്ചവടം അത് പറ്റില്ല, ഒരൊറ്റ ജിൻസായിരിക്കണം. മറ്റൊരു വിഭാഗം അതിൽ കലരാൻ പാടില്ല. രണ്ടാമത്തെ ഷർത്ത് അതാണ്. മൂന്നാമത്തേത്, വലം തദ്ഖുലുഹു നാറു, തീ അതിൽ, ആ സാധനത്തിൽ തീ പ്രവേശിക്കരുതെന്ന് പറഞ്ഞാൽ തീയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സാധനങ്ങളാവരുത്. വേവിച്ച് വെക്കുന്ന, പിന്നെ അതുപോലെ തീയായിട്ട് ബന്ധപ്പെട്ട് ഉരുക്കി ഉണ്ടാക്കുന്ന സംഭവങ്ങളൊന്നും അതിലൊന്നും സലമ് കച്ചവടം പറ്റൂല. എന്തുകൊണ്ട്? ഈ ഹാലത്തിഹി, തീ അതിൻ്റെ രൂപം മാറ്റുന്നതുകൊണ്ട്. നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ രൂപം മാറും, അതുപോലെ ഇരുമ്പൊക്കെ ഉരുക്കിയിട്ടൊക്കെ ഇതിൻ്റെ രൂപം മാറുന്നുണ്ട്. അപ്പോൾ അത് രൂപം മാറുന്ന കാരണത്താൽ തീയുമായിട്ട്, വലം തദ്ഖുലുഹു നാറു, തീ അതിൽ പ്രവേശിക്കരുത്, തീയുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാവാൻ പാടില്ല. അല്ലായക്കൂന മുഅയ്യൻ, അത് മുഅയ്യനാവാനും പാടില്ല, ആ സാധനം നിർണ്ണയിക്കപ്പെട്ടതാവാനും പാടില്ല. നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് സലമ് കച്ചവടമല്ലല്ലോ. ആ സാധനം ഞാൻ നിങ്ങൾക്ക് വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം നേരിട്ട് കാണിച്ചു കൊടുക്കുന്ന തരത്തിലാവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് സാധാ കച്ചവടമായി, സലമ് കച്ചവടമല്ല. അല്ലാണ്ട് അങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമുണ്ട് എന്നല്ല, അങ്ങനെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് സാധാ കച്ചവടമായി, അത് സലമ് കച്ചവടമല്ല. അതുപോലെ വലാമി മുഅയ്യനിൽ പെട്ടതും ആവാൻ പാടില്ല. ആ സാധനം എന്ന് പറയുന്നതിന് പകരം ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സാധനം എന്നും ആവരുത്. ഒരു കൂട്ടം എന്തെല്ലോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഇത് എന്ന് പറയുമ്പോൾ മുഅയ്യനിൽപ്പെട്ടതായില്ലേ, അങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ അതൊക്കെ കച്ചവടത്തിൻ്റെ രൂപം മാറിപ്പോവും. സലമ് കച്ചവടത്തിൽ നിർണ്ണയിക്കപ്പെട്ട സാധനവും നിർണ്ണയിക്കപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട സാധനവും ആവാൻ പാടില്ല. ഇനി പിന്നെ മറ്റു ചില കാര്യങ്ങൾ പറയാണ്. ലിസ്വഹത്തിൽ മുസല്ലിമി ഫീഹി, ഏൽപ്പിക്കപ്പെടുന്ന ആളിലുണ്ട് സമാനിയത്തു ഷറായിത്ത, 8 ഷർത്തുകളുണ്ട്. ഈ സലമ് കച്ചവടം നടത്തുന്ന ആൾ, ചെയ്യുന്ന ആളുണ്ടാവില്ലേ, മുസ്ലിമായ സലമ് കച്ചവടം ചെയ്യുന്ന ആൾക്കാണ് മുസ്ലിം എന്ന് പറയാം, മുസ്ലിമു ഫീഹി എന്ന് പറയാം.
അപ്പോൾ ഈ സലം കച്ചവടം നടത്തുന്ന ആക്കുന്നുണ്ട്, സല്ലം ഫീഹി എന്ന് പറഞ്ഞാൽ നടത്തുന്ന ആളല്ല, ഈ സലം കച്ചവടം നടക്കുന്ന വസ്തു ഇല്ലേ അതാണ്. സലം കച്ചവടം നടക്കുന്ന വസ്തുവിൽ 8 ഷർത്തുകൾ ആവശ്യമുണ്ട്. സലം കച്ചവടം നടത്തുന്ന വസ്തു, ആ വസ്തുവിൽ 8 കച്ചവടം. ഇത് മൊത്തത്തിൽ നേരത്തെ പറഞ്ഞ 5 ഷർത്തുകൾ മൊത്തത്തിൽ സലം കച്ചവടത്തിന് ആവശ്യമുള്ള ഷർത്തുകളാണ്. ഇനി സലം കച്ചവടം നടത്തുന്ന വസ്തുവിൽ 8 ഷർത്തുകളുണ്ട്. ബഹുവ, ആ ഷർത്ത് അൻ യസിഫഹു ബഅദ ദിക്രി, അൻ യസിഫഹു ആ സാധനത്തിനെ കുറിച്ച് വിശേഷണം പറയണം. ബഅദ ദിക്രി ജിൻസിഹി, ആദ്യം അതിൻ്റെ ജിൻസ് പറയണം. വ നൗഇഹി, പിന്നെ അതിൻ്റെ നൗ പറയണം. ജിൻസും നൗ എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട്. ജിൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു വിഭാഗം, അതിൽപ്പെട്ട ഒരു വിഭാഗത്തിനാണ് നൗ എന്ന് പറയുക. ഇപ്പോൾ അരി എന്ന് പറഞ്ഞാൽ അതൊരു ജിൻസാണ്, ഒരു വലിയൊരു വിഭാഗമാണ് ആണല്ലോ. ആ അരിയിൽ തന്നെ ഒരുപാട് ഇനങ്ങളുണ്ട്. കയമാരി, കുറുവാരി, പൊന്നിയരി എന്ന് പറഞ്ഞിട്ട് ഇനങ്ങളുണ്ട്. അതാണ് നൗകൾ. അതിനെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, താഴേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അരി 2 അരി എന്നുള്ള പോലത്തെ ആവുകയുള്ളൂ. എണ്ണത്തിന് മാത്രം വ്യത്യാസം ഉണ്ടാവില്ല, അല്ലാതെ വേറെ വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനത്തേനാണ് നൗ എന്ന് പറയുക. അങ്ങനത്തെ നൗകൾ കൂടിയ ഒരു വിഭാഗത്തിനാണ് എന്താ പറയുക, ജിൻസ് എന്ന് പറയാം. അതിലെത്തിലുണ്ടല്ലോ, ഇപ്പോൾ അരി എന്ന് പറയുന്നത് ഒരു വലിയ ജിൻസാണ്. അതിൽ കയമരി, കുറുവരി, പൊന്നിയരി എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മാറ്റും. അതുപോലെ തന്നെ ഗോതമ്പിലുണ്ടായേക്കാം നമുക്കറിയാത്ത കോലത്തിൽ. അതുപോലെ പഴങ്ങളിലുണ്ടാവും. ഇപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ തന്നെ ഒരുപാട് ഇനങ്ങൾ നമ്മൾ കടകളിൽ പോയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈത്തപ്പഴം എന്ന് പറയുന്നത് ഒരു ജിൻസാണ്. അതിലുള്ള ഒരു നൗ ഉണ്ട്, എന്താ ഇറാനി ഈത്തപ്പഴം, സൗദി ഈത്തപ്പഴം, കുവൈത്ത് ഈത്തപ്പഴം എന്നൊക്കെ പറഞ്ഞിട്ട്, അജ്വ ഈത്തപ്പഴം എന്നൊക്കെ പറയുന്ന പോലെ നൗകളുണ്ടാവും. അപ്പോൾ അതുപോലെ ഈ സാധനത്തിൻ്റെ ആദ്യം ജിൻസ്, ഇതെന്താ ഈത്തപ്പഴമാണെങ്കിൽ ഈത്തപ്പഴം എന്ന് വിശദീകരിക്കുക. വ നൗഇഹി, പിന്നെ അതിൻ്റെ നൗ, ഇത് അജ്വയാണെങ്കിൽ അജ്വയാന്ന് വിശദീകരിക്കുക. അങ്ങനെ അതിൻ്റെ ഓരോ സിഫത്തും പറയണം. എന്നിട്ട് എങ്ങനത്തെ സിഫത്ത്, ബിസ് സിഫാത്തി, അവിടെ പറയേണ്ട വിശേഷണങ്ങൾ, അല്ലത്തി യഖ്തലിഫു ബിഹ അൽ അംനു, അമ്ന് വ്യത്യാസപ്പെടുന്ന കോലത്തിലുള്ള സിഫത്തുകൾ. അമ്ന് എന്നതിന് അർള് ഫിബാദ് നുസ്ഖ, മറ്റു ചില നുസ്ഖകളിൽ അർള് എന്നാണ്. അർള് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം, ഈ വാങ്ങുന്ന ആളുടെ ഉദ്ദേശം വ്യത്യാസപ്പെടുന്ന കോലത്തിലുള്ള വിശേഷണങ്ങൾ പറയണം. ഇപ്പോൾ ചിലർക്ക് ഈ വിശേഷണം പറയുന്നതിനനുസരിച്ച് അയാളുടെ ഉദ്ദേശം മാറും. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ അജ്വ കാരക്ക ആയിരിക്കില്ല വേണ്ടി വരിക. അപ്പോൾ അജ്വ കാരക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ചിലർക്ക് അജ്വ ആയിരിക്കും, ചിലർക്ക് കുവൈത്തി ആയിരിക്കും, ചിലർക്ക് സൗദി കാരക്ക വേണ്ടി വരും. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യം വ്യത്യാസപ്പെടുന്നത് ഈ അജ്വ, സൗദി, കുവൈത്തി എന്ന ആ ഒരു സിഫത്ത് പറയുന്നതിലൂടെയാണ് ഓരോരുത്തരുടെ ആവശ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യം വ്യത്യാസപ്പെടുന്നത് മനസ്സിലാക്കുന്ന തരത്തിലുള്ള സിഫത്തുകൾ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഇതൊന്ന് ക്ലിയർ ആവാത്ത സിഫത്ത് പറഞ്ഞാൽ അയാൾക്ക് ആവശ്യം ഏതാണെന്ന് മനസ്സിലാവില്ല. ഇപ്പോൾ അരി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എന്താ അരിയാൻ തരും എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടത് പൊന്നി അരിയാണെങ്കിൽ നമ്മൾ അരി എന്ന് പറഞ്ഞത് കൊണ്ട് ഒരിക്കലും അയാൾക്ക് പൊന്നി അരി എന്നുള്ള അർത്ഥം കിട്ടൂല. അപ്പോൾ ഈ വാങ്ങുന്ന ആൾക്ക് എന്താണ് എന്ന് വ്യക്തമാവുന്ന തരത്തിലുള്ള, അയാളുടെ ഉദ്ദേശം വ്യക്തമാവുന്ന തരത്തിലുള്ള വിശേഷണങ്ങൾ പറയണം. അടുത്തത് യദ്കുറ ഖദ്റഹു, അതിൻ്റെ കണക്ക് പറയണം. എത്രയാണുള്ളത്, ഇപ്പം 3 കിലോന്ന് 3 കിലോ, 1 കിൻഡലാന്ന് 1 കിൻഡൽ, അങ്ങനെ കണക്ക് പറയണം. ബിമാ യംഫിൽ ജഹാലത്താൻഹു, അതിൽ അറിവില്ല എന്നതിന് ഒഴിവാക്കുന്ന തരത്തിൽ. അതെത്രയാന്ന് നിനക്ക് അറിയില്ലേനും എന്ന് പറയൂലേ, ജഹാലത്ത് അറിയില്ലായ്മ, അത്രയാന്ന് നിനക്ക് അറിയില്ലേനു എന്ന് പറയുന്നത് ഒഴിവാക്കുന്ന തരത്തിൽ അതിൻ്റെ അളവ് കറക്റ്റ് വ്യക്തമാക്കണം. ഇനി വൈകാന മുഅജ്ജലൻ, ഈ പിന്നീട് തരാം എന്നുള്ള തരത്തിലാണ് കച്ചവടം നടത്തുന്നതെങ്കിൽ, അന്നേരമല്ല പിന്നീട് തരാം എന്നുള്ള തരത്തിലാണ് കച്ചവടം നടക്കുന്നതെങ്കിൽ, ദക്കറ വക്ത മഹല്ലിഹി, ദക്കറ പറയണം, വക്ത മഹല്ലിഹി, ആ പിന്നീട് എപ്പോഴാണോ തരുന്നത് അതിൻ്റെ മഹല്ല്, അത് ആ ഡേറ്റ് തീരുന്ന സമയം പറയണം. പിന്നീട് തരാമെന്നുള്ള തരത്തിലാണെങ്കിൽ ആ ഡേറ്റ് തീരുന്ന സമയം എപ്പോഴാണോ അത് പറയണം. വയ്യക്കൂന മൗജൂദൻ ഇന്ദൽ ഇസ്തിഹ്ഖാഖി ഫിൽ ഗാലിബി, വയ്യക്കൂന ആ സാധനമാവുകയും വേണം, മൗജൂദൻ ലഭ്യമാവുകയും വേണം, ഇന്ദൽ ഇസ്തിഹ്ഖാഖി അതിൽ അവകാശം വരുന്ന സമയത്ത്. ഇപ്പോൾ ഒരു ഡേറ്റ് നിർണ്ണയിച്ചുള്ള കച്ചവടമാണെങ്കിൽ ആ ഡേറ്റ് തീരുന്ന സമയത്തോടുകൂടെ ഇയാൾക്ക് അതിൽ അവകാശം വരികയാണ് ആണല്ലോ. ഇന്ന ഡേറ്റിന് തരും എന്നുള്ള നിലക്കാണ് കച്ചവടം നടക്കുന്നതെങ്കിൽ ആ ഡേറ്റിന് ഇയാൾക്ക് അവകാശമുണ്ട്. അയാൾക്ക് എന്ത് ചെയ്യാം, കിട്ടിയില്ലെങ്കിൽ പോയി ചോദിച്ച് വാങ്ങാം, ആ അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെ ആ അവകാശം വരുന്ന സമയത്ത് ഈ സാധനം ലഭ്യമാവുന്ന തരത്തിലുള്ളതാവണം. സാധാരണത്തിൽ ലഭ്യമാവും, ഫിൽ ഗാലിബി സാധാരണത്തിൽ. എന്നുവെച്ചാൽ ഓരോ സാധനത്തിനും സീസണുകൾ ഉണ്ടാവും. ഇപ്പോൾ കാരക്ക ഉണ്ടാകുന്ന സീസണിൽ
ചിലപ്പോൾ സീസണുകളുണ്ടാവും കാരക്കൊക്കെ, ചിലപ്പോൾ ചില ഫ്രൂട്ട്സുകളൊക്കെ സീസൺ ഉണ്ടാവും. ആ സീസണിലല്ലാതെ വേറെ സമയത്തൊന്നും ആ ഫ്രൂട്ട്സ് കിട്ടൂല. അപ്പോൾ ഇവന് പറയുന്ന ഡേറ്റിന് ആ ഒരു ഫ്രൂട്ട്സിൻ്റെ കച്ചവടം നടത്തുമ്പോൾ ആ ഡേറ്റ്, ഇപ്പോൾ ആപ്പിളിൻ്റെ കച്ചവടം നടത്തുമ്പോൾ ആപ്പിൾ സാധാരണ ഉണ്ടാകുന്ന സമയം ഫെബ്രുവരിയാണ്. അപ്പോൾ ആ ഫെബ്രുവരി മാർച്ചാണ്. അങ്ങനെ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഫെബ്രുവരി മാർച്ച് സമയത്താണ് ആപ്പിൾ സാധാരണ ഉണ്ടാകുന്നതെങ്കിൽ ഇവൻ നിർണ്ണയിക്കുന്ന സമയം ഏതായിരിക്കണം? ഫെബ്രുവരി മാർച്ച് സമയമായിരിക്കണം. അല്ലാതെ വേറെ ഏതെങ്കിലും സമയത്ത് വെച്ചാൽ ഈ സാധനം കിട്ടാൻ സാധ്യതയില്ലാത്തൊരു സമയമല്ലേ, അപ്പോൾ അത് ശരിയാവില്ല. സാധാരണ രീതിയിൽ ഇവനിക്ക് ഉടമപ്പെടുത്താൻ പറ്റുന്ന സന്ദർഭത്തിൽ സാധനം ലഭ്യമാവുന്ന തരത്തിലുള്ള ഡേറ്റ് നിർണ്ണയിക്കണം. അതുപോലെ എതുക്കുറ മൗദിയ കബലിഹി, ഈ സാധനം വാങ്ങുന്ന സ്ഥലവും നിർണ്ണയിക്കണം. സമയം മാത്രം നിർണ്ണയിച്ചാൽ പോരാ, ഈ സാധനം എവിടെ നിന്നാണോ വാങ്ങുക അതിൻ്റെ സ്ഥലവും നിർണ്ണയിക്കണം. യക്കൂന സമനു മൗലൂമൻ, വില അറിയപ്പെട്ടതായിരിക്കണം. എല്ലാവർക്കും അറിയുന്ന വില പറയണം. ഇപ്പോൾ ഇവൻ്റെ രണ്ടാൾക്കും രണ്ട് നാട്ടിലെ ആൾക്കാരാണ്, അപ്പോൾ രണ്ട് നാട്ടിലെ വിലകൾ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയൊക്കെ കച്ചവടം നടത്തുമ്പോൾ എല്ലാവരും അറിയുന്ന വിലയായിരിക്കണം. അപ്പോൾ വില കറക്റ്റ് പറയണം എന്ന് മാത്രം. യതഖാബല ഖബ്ല തഫറുക്കി, രണ്ടുപേരും വിട്ടുപിരിയുന്നതിന് മുമ്പ് കബല് നടക്കണം. അപ്പോൾ ഒരു ഡേറ്റ് നിർണ്ണയിക്കുന്നതാണെങ്കിൽ ആ ഡേറ്റിൽ അവിടെ വെച്ചിട്ട് സാധനം കൊടുത്തിട്ട് രണ്ടാളും പിരിഞ്ഞു പോകുന്നതിൻ്റെ മുമ്പ് തന്നെ സാധനം കച്ചവടം നടത്തിയിട്ട് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ സാധനം വാങ്ങണം. ഇതിപ്പോൾ ചെറിയ സാധനമാണ് അന്നേരം തന്നെ കൈ കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ സാധാരണ സെലിമ് കച്ചവടമൊക്കെ നടക്കുമ്പോൾ വലിയ കിൻഡിൽ കണക്കിന് സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അന്നേരം കബല് നടക്കാമെന്ന് പറഞ്ഞാൽ അതോന് ഏറ്റെടുക്കണം, ആ സാധനം ഓന് ഏറ്റെടുക്കണം അവിടുന്ന് ഓല് വിട്ട് പിരിയുന്നതിന് മുമ്പ് തന്നെ. യക്കൂന അഖദു സലമി, സലമ് കച്ചവടം ആയിരിക്കണം നാജിസായിരിക്കണം, അന്നേരം തീരുമാനമാവുന്നതായിരിക്കണം. ലാ യദ്ഖുലുഹു ഖിയാറു ഷർത്ത്, ഷർത്തിൻ്റെ ഖിയാർ അതിൽ പ്രവേശിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഒരു നിശ്ചിത ഇത്ര സമയം വരെ എനിക്ക് വേണമെങ്കിൽ മടക്കിത്തരാം. നമ്മൾ ഖിയാർ ഷർത്തിൻ്റെ വിഷയം നേരത്തെ പറഞ്ഞിരുന്നു. ഇത്ര സമയത്തിനുള്ളിൽ എന്തെങ്കിലും പോരായ്മ അല്ലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം, മടക്കിത്തരാം എന്നുള്ള നിലക്ക് വരാൻ പാടില്ല. നാജിസായിരിക്കണം, അന്നേരം കച്ചവടം തീരുന്ന തരത്തിലായിരിക്കണം എന്ത്, സലമ് കച്ചവടം. ഒരു ഖിയാർ ഷർത്ത്, പിന്നീട് എനിക്ക് മടക്കിത്തരാം, ഇഷ്ടം പ്രവർത്തിക്കാം, കച്ചവടം ഒഴിവാക്കുക തുടരുക ചെയ്യാം എന്നുള്ള തരത്തിൽ ഒരു നിബന്ധന വെക്കുന്ന തരത്തിൽ എന്താവാൻ പാടില്ല, സലമ് കച്ചവടം ആവാൻ പാടില്ല. ഇതാണ് സലമ് കച്ചവടത്തെക്കുറിച്ചുള്ള ആ ഫസ്ലിൽ പറയുന്നത്. ഇനി മറ്റൊരു ഫസ്ലും കൂടെ നോക്കാം. കുല്ലുമാ ജാസ ബൈഉഹു, വിൽക്കാൻ പറ്റുന്ന സാധനങ്ങൾക്ക്, കൊല്ലുമ്മ എല്ലാ ഒന്നും ജായിസായിരിക്കുന്നു, ബൈഉഹു വിൽപ്പന, അഥവാ വിൽക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ജാസ റഉനുഹു, അത് പണയം വെക്കാനും പറ്റും. വിൽക്കാൻ പറ്റുന്ന സാധനങ്ങൾക്ക് പണയം വെക്കാനും പറ്റും. ഫിദ്ദുയൂനി, കടങ്ങളിൽ പണയം വെക്കാൻ പറ്റും. കടങ്ങളിലല്ലേ പണയം വെക്കാം. നമ്മളൊരാളടുത്ത് നിന്ന് ഇത്ര പൈസ വാങ്ങുമ്പോൾ അതിന് പണയമായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ വിൽക്കാൻ പറ്റുന്ന സാധനം, അതിപ്പം മാലയാവാം, വളയാവാം, അത് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളാവാം, എന്തെങ്കിലും ഉപകരണങ്ങളാവാം, എന്തും ആവാം. വിൽക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ പണയം വെക്കാം കടങ്ങൾക്ക് പകരമായിട്ട്. ഇതസ്തക്കറ സുബൂതുഹ ഫി സിമ്മത്തി, അതവൻ്റെ ഉത്തരവാദിത്വത്തിൽ സ്ഥിരപ്പെട്ടു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, ഈ കടം ഇവൻ ഏറ്റെടുത്ത്, ഞാൻ വാങ്ങിയ കടം എൻ്റെ ഉത്തരവാദിത്വം സ്ഥിരപ്പെട്ടു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഈ സാധനം ഓനിക്ക് എന്ത് ചെയ്യാം, നമ്മൾ പണയമായിട്ട് കൊടുക്കാം. അഥവാ ഞാൻ ഈ കടം തിരിച്ചു തരാൻ ഈ ഡേറ്റിന് തിരിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ ഈ സാധനം ഞാൻ ഈ പണയം വെച്ച സാധനം വിറ്റിട്ട് നിങ്ങൾക്ക് ആ പൈസ വസൂലാക്കിയിട്ട് ബാക്കി എന്തുണ്ട് എനിക്ക് തരാമെന്നുള്ള നിലക്കാണ് പണയം വെക്കൽ. അപ്പോൾ ആ പണയം എന്ത് ചെയ്യാം, കൊടുക്കാം. അത് വിൽക്കാൻ പറ്റുന്ന സാധനങ്ങൾക്ക് പണയം വെക്കാൻ പറ്റും. ഇനി വലിയ റാഹിനി, പണയം വെച്ചവന് പറ്റും അർജു ഫീഹി, അവൻ്റെ പണയത്തിൽ മടങ്ങാൻ പറ്റും. മാലം യഖ്ബിലുഹു, അവന് കബല് ചെയ്തിട്ടില്ലെങ്കിൽ, അവനത് പിടിച്ചിട്ടില്ലെങ്കിൽ. എന്നുവെച്ചാൽ ഇപ്പം പണയം വെക്കൂലേ, ഇപ്പം ഞാൻ വേറൊരാളെടുത്തു നിന്ന് ഒരു 5000 റുപ്യ വാങ്ങി പണയം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാച്ച് കൊടുക്കാം. അങ്ങനെ ആ വാച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, വേണ്ട ഞാൻ ഇപ്പം പണയം വെക്കുന്നില്ല, എൻ്റെ പൈസ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചെന്ത് ചെയ്യാം, കൊടുക്കാം. അങ്ങനെ കൊടുക്കാൻ പറ്റും. കബല് നടക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. റുജു എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യലാണ്. വല യദ്മുനുഹുൽ മുർത്തഹിന് ഉത്തരവാദി ആവൂല. എന്ന് വെച്ചാൽ പണയം വാങ്ങിയ ആൾ, ഇപ്പം ഞാൻ ഓരോരുത്തരടുത്ത് പണയം വെച്ചല്ലേ, അപ്പോൾ ഓനാണെന്ത്, മുർത്തഹിന്, പണയം വാങ്ങിയ ആൾ, അവന് ലാമിനാവില്ല, അവന് ഉത്തരവാദി ആവില്ല. ഈ സാധനത്തിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ച അവന് ഉത്തരവാദി ആവില്ല. ഇല്ലാ ബിത്തഅദ്ദി, ഓൻ അതിര് വിട്ട് കടന്നാലേക്ക് ഓൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ട് അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാണെങ്കിൽ ഉത്തരവാദിയാണ്. ഓനൊന്നും ചെയ്തില്ല, ഓന് സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് കൊണ്ടാച്ചു, പക്ഷേ പിന്നെന്തോ കേടുപാട് സംഭവിച്ചു പോയി, അതിനാരും ഉത്തരവാദിയല്ല
ഈ പണയം വാങ്ങിയ ആൾ, അഥവാ ഞാനാണ് ക്യാഷ് വാങ്ങിയത്, ഞാൻ ഓൻ്റെ അടുത്ത് പണയം വെച്ചു, അപ്പോൾ ഓനാണെന്ത് പണയം വാങ്ങിയ ആൾ, അയാൾ ഉത്തരവാദി ആവില്ല. അപ്പോൾ എന്തോ ഒരു സാധനം വാങ്ങി, ഞാനത് നിലത്തിട്ടങ്ങ് പൊട്ടിച്ചു, അല്ല ഓനത് നിലത്തിട്ടങ്ങ് പൊട്ടിച്ചു, അപ്പോൾ ഓൻ ഉത്തരവാദിയാണ്. ഓൻ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിച്ചു, ഓനെന്തല്ല ഉത്തരവാദി അല്ല. വൈദാ കബല ബഅദൽ ഹക്കി, ഇനി ഓൻ്റെ അവകാശത്തിൻ്റെ കുറച്ചോൻ എന്ത് ചെയ്തു, വാങ്ങി. എന്നുവെച്ചാൽ ഞാൻ ഓന് എനിക്ക് 5000 റുപ്യ തന്നു, ഞാൻ എൻ്റെ വാച്ച് ഓൻ്റെ കയ്യിൽ പണയം വെച്ചു. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഓൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ തന്നിട്ട് 5000 2000 റുപ്യ അങ്ങ് വാങ്ങി. ഓൻ്റെ അവകാശത്തിൽ നിന്ന് ഓൻ കബിൾ ചെയ്തു, 2000 റുപ്യ ഓനങ്ങ് വാങ്ങി. എന്നാൽ ലം യഖ്റുജ് ശൈഉം മിന റഹിനി, റഹിനിൽ നിന്നൊന്നും ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കേണ്ടതില്ല, പുറപ്പെടുവിക്കേണ്ടതില്ല. അഥവാ ഞാൻ 5000 റുപ്യ വാങ്ങിയിട്ട് ഓനെടുത്ത് വാച്ച് പണയം വെച്ചു, എൻ്റെ അടുത്ത് 2000 റുപ്യ വന്നിട്ട് വാങ്ങി. അങ്ങനെയാണെങ്കിൽ വാച്ചിൻ്റെ പട്ട വെച്ചിട്ട് വാച്ചിൻ്റെ സാധനം ഇങ്ങ് തരണം എന്ന് പറയാൻ പറ്റില്ല. പണയം വെച്ച സാധനം അവിടെ തന്നെ, ഹത്താ യഖ്ലിയ ജമീഅഹു, മുഴുവൻ കടവും വീട്ടുന്നത് വരെ ആ സാധനം അവൻ്റെ കയ്യിൽ തന്നെ വെക്കാവുന്നതാണ്. അത് ഞാൻ 2000 റുപ്യ തിരിച്ചു തന്നില്ല, അപ്പോൾ അതിനനുസരിച്ച് സാധനം തിരിച്ചു തരി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് പണയത്തിൻ്റെ കണക്ക്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. വളരെ പ്രധാനപ്പെട്ട സ്ഥലം കച്ചവടവുമായി ബന്ധപ്പെട്ട, അതുപോലെ പണയവുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ഫസലുകളാണ് ഇന്നെടുത്തത്. നിങ്ങൾ കൃത്യമായിട്ട് ഈ ക്ലാസ് കേട്ട് മനസ്സിലാക്കുക, പോയിന്റുകൾ എഴുതി വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.